ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മോളായ ലുലുവിന്റെ ഉള്ളിലെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കൊന്ന് കണ്ടാലോ. അപ്പൊ തിരുവനന്തപുരത്ത് നിന്നും കഴക്കൂട്ടം പോകുന്ന വഴിക്ക് ആക്കുളം NH-ലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. കണ്ടുപിടിക്കാൻ ഒരു പാടും വരുന്നില്ല. മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡ് ഉള്ളിലേക്ക് കയറിയിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാനായിട്ട്. അപ്പൊ നമ്മൾ കയറി പോകുന്നതിന്റെ അവിടെ തന്നെ കുറെ സെക്യൂരിറ്റീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ദേ ഇവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ എംപ്ലോയീസിന്റെ വണ്ടികൾ വെക്കുന്നത്. വലിയ വാനുകളും ഇവിടെയാണ് നിർത്തുന്നത്. അപ്പോൾ വരുന്ന കാറുകളും ടൂ വീലേഴ്സും വന്നിട്ട് മോളിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പാർക്ക് ചെയ്യേണ്ടത്. തുടക്കമായതുകൊണ്ട് ആദ്യത്തെ 2 മാസം ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഒരേ സമയത്ത് 3800 കാറുകളും മൊത്തത്തിൽ 5000-ലധികം വണ്ടികളും വെക്കാനുള്ള ഫെസിലിറ്റി ഇതിനകത്തുണ്ട്. കാരണം ഇത് നിൽക്കുന്നത് 46 ഏക്കറിലാണ്. അപ്പോൾ ദേ പുറത്തു നിന്നുള്ളൊരു വ്യൂ ദാ ഇങ്ങനെയാണ്. ആകാശത്തേക്ക് മുട്ടി നിൽക്കുന്ന പോലൊരു പ്രതീതിയല്ലേ നമുക്കിങ്ങനെ കാണുമ്പോൾ. ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്നറിയോ? 2000 കോടി രൂപ. 20 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ ഒരു ബിൽഡിംഗ് നിൽക്കുന്നത്. ലണ്ടൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഡിസൈൻ ഇന്റർനാഷണൽ ആണ് ഇതിന്റെ ആർക്കിടെക്ചറിങ് വർക്ക് മുഴുവൻ ചെയ്തേക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ 2ാമത്തെ പ്രോജക്റ്റ് ആണ്. കൺസ്ട്രക്ഷൻ വന്നിട്ട് ശോഭ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ വായോ നമുക്ക് ഒന്നിച്ച് ഉള്ളിലെ കാഴ്ചകൾ കാണാനായിട്ട് പോവാം. ചെന്ന് കയറുന്നതിൻ്റെ അവിടെ തന്നെ സെക്യൂരിറ്റി നമ്മളെ ടെമ്പറേച്ചറും അതുപോലെ സാനിറ്റൈസറും ഒക്കെ ചെയ്യാനായിട്ട് പറയും. നമ്മളിതേ അവിടുന്ന് നേരെ ഉള്ളിലേക്ക് കയറി പോവാണ്. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ അകത്ത് ചെന്ന് കയറുമ്പോൾ തന്നെ പെട്ടെന്നൊരു കാറ്റിങ്ങനെ വീശുന്ന പോലൊരു ഫീലാണ് തണുത്തിട്ട്. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. ആദ്യം ചെല്ലുന്ന ആൾക്കാർക്ക് നല്ല യൂസ്ഫുൾ ആണ്, മിസ്റ്റേക്സ് ഒന്നും വരാണ്ടിരിക്കാൻ. ATMs-ഉം വാഷ്റൂമും അതുപോലെ തന്നെ സ്റ്റെയർസ്, എസ്കലേറ്റർ, ഷോപ്പുകൾ എന്ന് വേണ്ട A to Z എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ലോബിത ഇങ്ങനെയാണ്. സൺലൈറ്റ് ആണ് ഇവിടെ കൂടുതലും രാവിലെ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കണ്ടില്ലേ, ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ബാൽക്കണിയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ലാസ്റ്റത്തെ ഫ്ലോർ വരെയുള്ള എല്ലാ വിഷ്വൽസും കാണാനായിട്ട് പറ്റും. ഇതേ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ നടുവിലായിട്ട് തന്നെ ഹോട്ട് എയർ ബലൂൺസിൻ്റെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഒരു മുത്തുമുത്തുകൾ കൊടുത്ത് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഇത് തന്നെയായിരുന്നു. ഫ്രണ്ട്സിൽ നിന്ന് കയറി ഞാൻ നേരെ പോകുന്നത് ഇടത് ഭാഗത്തേക്കാണ്. അപ്പം നമ്മൾ ഇത് ഇടത് ഭാഗത്ത് ആദ്യം കാണാൻ പറ്റുന്നത് സ്റ്റാർബക്സിന്റെ വലിയൊരു ഷോപ്പാണ്. ഇതൊരു ഇന്റർനാഷണൽ ബ്രാൻഡിലുള്ളൊരു കോഫി ഷോപ്പാണ്. ഇവിടെ നല്ല പേസ്ട്രീസും കേക്ക്സും ടീയും കോഫിയും ഒക്കെയാണ് കിട്ടുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ 2 സൈഡിലും ഇനി വരാനുള്ള കടകളുടെയൊക്കെ കട്ടൗട്ടുകൾ വെച്ചേക്കുന്ന കാണാം. പിന്നെ അതുപോലെ തന്നെ കുറേ ആർട്ടിഫിഷ്യൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതൊക്കെ ഒറിജിനൽ ആണെന്ന് തോന്നും, പക്ഷെ ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് മരങ്ങളാണ്. അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് വെസ്റ്റ് സൈഡിൻ്റെ ഒരു വലിയ ഷോപ്പാണ്. ഇവിടെ ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഒക്കെ കാഷ്വൽസും ഫോർമൽസും ട്രെൻഡി വെയർസും ഒക്കെ കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലുലു മോളിൻ്റെ ഉള്ളിൽ 300-ലധികം നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള ബ്രാൻഡുകളുടെ സാധനങ്ങളാണ് വരാനുള്ളത്, ഷോപ്സൊക്കെ. ശരിക്കും ഇതിൽ പലതും ഓപ്പൺ ആകുന്നതേ ഉള്ളൂ, പകുതി പോലും ശരിക്കും ഓപ്പൺ ആയിട്ടില്ല. പിന്നെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഷോപ്പേഴ്സ് സ്റ്റോപ്പിൻ്റെ വലിയൊരു ഷോപ്പ് കാണാനായിട്ട് പറ്റും. ഇവിടെ പല പല ബ്രാൻഡിലുള്ള ആക്സസറീസും കോസ്മെറ്റിക്സും പെർഫ്യൂംസും ഡ്രസ്സസും ഒക്കെ കിട്ടും. ഇവിടെ ഇപ്പോൾ 50% ഓഫർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ന്യൂ ഇയറും ക്രിസ്മസും ആ ഒരു ഇതിനനുസരിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ പിന്നെ അടുത്ത് കാണാൻ പറ്റുന്നത് ലുലു സെലിബ്രേറ്റ് ആണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 15% ഓഫറുണ്ട്. അതും കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാകത്തുള്ളൂ. ഈ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ പ്രമാണിച്ച് വെച്ചേക്കുന്ന ഓഫറുകളാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ഇവിടെ നമ്മൾ വീൽ ചെയറിൻ്റെയും അതുപോലെ തന്നെ ഈ കുട്ടികളെ കൊണ്ടുവന്ന ട്രോളിയുടെയും റേറ്റ് പോയി തിരക്കി. മണിക്കൂറിന് 100 രൂപയാണ് വരുന്നത്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് കുട്ടികളെ കൊണ്ടുവന്ന ട്രോളിക്ക് കൊടുക്കേണ്ടത് 500 രൂപയാണ്. പിന്നെ വീൽ ചെയറിന് വന്നിട്ട് 1000 രൂപ നമ്മൾ ആദ്യം അഡ്വാൻസ് കൊടുക്കണം. മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ബാക്കി ക്യാഷ് തിരിച്ചു തരും. ഈ ഒരു രീതിയിലാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വീൽ ചെയർ ആണ്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെയുള്ളത് ലോട്ടസിൻ്റെ വരാൻ പോകുന്നൊരു ഷോപ്പുണ്ട്. പിന്നെ ഉള്ളത് ജോസ് ആലൂക്കാസിൻ്റെ ഒരു വലിയ ഷോപ്പുണ്ട്. അവിടെ ഇപ്പോൾ ഒരു 20% ഡയമണ്ടിന് ഓഫർ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 35% പണിക്കൂലിയിലും കുറവുണ്ട്. പക്ഷേ ഇത് എത്ര ദിവസത്തേക്കാണ് എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തുവാ അത്, ഇന്നർ ലൈറ്റിൻ്റെ ഒരു ഷോപ്പ് വരാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ കല്യാൺ ജുവല്ലേഴ്സിൻ്റെ ഷോപ്പ് വരാനായിട്ട് പോകുന്നുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ജോസ്കോ ജ്വല്ലേഴ്സിൻ്റെ ഷോപ്പ് ഉണ്ട്. പിന്നെ പല ഷോപ്പുകളും ഓപ്പൺ ആകാൻ പോകുന്നതേ ഉള്ളൂ, പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ് സൈനിൻ്റെ ബാഗുകളുടെ ഒരു ഷോപ്പ് കാണാനായിട്ട് പറ്റും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കോസ്മെറ്റിക്സിൻ്റെ നൈക്കയുടെ ഒരു ഷോപ്പുണ്ട്. നൈക്കയുടെ ഷോപ്പിനെ പറ്റിയിട്ടും നൈക്കയെ പറ്റിയും അറിയാത്ത ലേഡീസ് കുറവായിരിക്കുമല്ലോ. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഇതിനുള്ളിലേക്ക് കയറി വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇതിൻ്റെ ഉള്ളിൽ നടുവിലായിട്ട് ഒരു ഓവൽ ഷേപ്പിലുള്ളൊരു ബാൽക്കണി വ്യൂ ആണ് ഇങ്ങനെ വരുന്നത്. പിന്നെ 2 സൈഡിലായിട്ട് സ്ക്വയർ ഷേപ്പിലുള്ളൊരു ബാൽക്കണി വ്യൂ. അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു 3 ബാൽക്കണി വ്യൂ ആണ് കിട്ടുന്നത്. ഇതിൻ്റെ 2 സൈഡിലായിട്ടാണ് ഷോപ്പ്. ഇതാണ് ഒരു കൺസ്ട്രക്ഷൻ്റെ സ്റ്റൈല്. ഇതൊന്നും മനസ്സിലേക്ക് വെച്ചേക്കുക കേട്ടോ. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് മഫിൻ ഹൗസ് ഉണ്ട്. ഇതൊരു 35 കൊല്ലമായിട്ടുള്ളൊരു ബ്രാൻഡാണ്. നല്ല അടിപൊളി പേസ്ട്രീസ് ഒക്കെ കിട്ടുന്ന ഷോപ്പാണ്. പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ ലുലു ഫോറക്സ് ഉണ്ട്. നമുക്ക് ഫോറിൻ കറൻസി മാറ്റുന്നതിനും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനൊക്കെ നമുക്ക് നല്ലതാണ്. പിന്നെ ഒരു അറേബ്യൻ സൂക്കിൻ്റെ ഒരു കടയുണ്ട് അവിടെ അതിലെ കൂടെ പോയപ്പോൾ തന്നെ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് സ്മെല്ലായിരുന്നു. നല്ല മൊഞ്ചത്തി കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസ് ഒക്കെയാണ്. നല്ല അത്തറുകളും തട്ടമും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതിൻ്റെ അടുത്തൂടെ തന്നെ ഒരു കാർ പാർക്കിങ്ങിലേക്ക് പോകുന്നൊരു എക്സിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടേക്ക് അവേ ഉണ്ട്, നമുക്ക് ഫുഡ് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ളത്. ഇവിടെ വലിയ തിരക്കൊന്നും ഞാൻ കണ്ടില്ല, പക്ഷെ അകത്ത് ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിലായിട്ട് കുറേ ട്രോളീസ് ഒക്കെ വെച്ചിട്ടുണ്ട്, സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാനായിട്ട്. പിന്നെ ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ 2 സൈഡിലായിട്ട് ബാഗ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ കണ്ടില്ലേ, വലുതാണ്. പിന്നെ നമുക്ക് ബാഗ് പിൻ ചെയ്തിട്ടേ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അകത്തോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയില്ല. അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് തന്നെ അതിനകത്ത് കയറിയിട്ട് കാര്യമില്ല എന്ന് തോന്നി. അപ്പം 2 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഇരിക്കുന്നത്. അപ്പം അത്രത്തോളം വലുതാണ്. ഞാൻ വന്നത് വീക്ക് ഡേയ്സിൽ പകൽ സമയത്താണ്, എന്നിട്ടേ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ അജ്മലിൻ്റെ ഒരു അത്തർ ഷോപ്പുണ്ട്. ഇവരുടെ അടിപൊളി ബ്രാൻഡിലുള്ള പെർഫ്യൂംസ് ആണ്. ഓൺലൈൻ സർവീസും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പിന്നെ ഇവിടെ പലയിടത്തായിട്ട് ചെയേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാര്യം ഇത് അത്യാവശ്യമാണല്ലോ, അല്ലെങ്കിൽ നമ്മളെ നടന്നൊരു വഴിയാകുമെന്ന് അവർക്ക് തന്നെ അറിയാം. പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ കയ്യിൽ ഈ ഗ്ലൗസ് ഇട്ടിട്ട് വേണം കയറാൻ. അത് ഡിസ്പോസ് ചെയ്യാനും അവിടെ വേസ്റ്റ് ബിൻ വെച്ചിട്ടും ഉണ്ട്. അവിടെ സൈഡിലായിട്ട് തന്നെ ഒരു കോൾഡ് സ്റ്റോണിൻ്റെ ഒരു അടിപൊളി ക്രീമറീസിൻ്റെ ഒരു ഷോപ്പാണ്. ഇതൊരു അമേരിക്കൻ ബ്രാൻഡാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് അതിൻ്റെ അകത്തും ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വരാൻ പോകുന്ന ഒരു പെർഫ്യൂംസിൻ്റെ ഷോപ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ടോയ്ലറ്റ് വരുന്നത്. പിന്നെ അവിടുന്ന് തന്നെ ഒരു എക്സിറ്റ് പുറത്തേക്കുണ്ട്. പക്ഷെ കൂടുതൽ ആൾക്കാരും പാർക്കിങ്ങിൽ പോയിട്ടാ പോവുക, വണ്ടികൾ അവിടെ ആയിരിക്കുമല്ലോ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് മറ്റേ സൈഡിലുള്ളതുപോലെ തന്നെ ബാഗ് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. കസ്റ്റമർ സർവീസ് ഡെസ്ക് ഉണ്ട്. ഇത് എല്ലായിടത്തും ഉണ്ട് ലുലുവിൻ്റെ. പിന്നെ യുണൈറ്റഡ് കളേഴ്സ് ഓഫ് ബെനറ്റൻ്റെ ഒരു ഷോപ്പുണ്ട്. ഇതിൻ്റെ ബോർഡ് നന്നായിട്ടില്ലേ, ആ ഒരു ഭയങ്കര ട്രെൻഡി കളർഫുള്ളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഒരു ലെവിസിൻ്റെ ഒരു ഷോപ്പുണ്ട്. ഭയങ്കര കളർഫുള്ളായിട്ട് അട്രാക്റ്റീവായിട്ട് എനിക്ക് തന്നെ തോന്നി. നല്ല ബ്ലൂ ആൻഡ് വൈറ്റ് കളർ, ഒരു ആകാശത്തിൻ്റെ ഫീലല്ലേ കാണാൻ തന്നെ. പിന്നെ കുറേ കട്ടൗട്ട്സ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ലെഫ്റ്റിൽ നിന്ന് നേരെ കറങ്ങി റൈറ്റിലെത്തി. അപ്പം ഇത്രയും കടകൾ ഏകദേശം നമ്മൾ കണ്ടു വന്നു. ഇതിൽ പകുതിയോളം കടകളും തുറന്നിട്ടില്ല. പിന്നെ കെസിയോടെ ഒരു ഷോപ്പ് ഉണ്ട്, വാച്ചസിൻ്റെ ആണ്. പിന്നെ ഉള്ളത് സ്വിസ് ടൈം ഹൗസിൻ്റെ ഒരു ഷോപ്പ് അവിടെ തന്നെ ഉണ്ട്. പിന്നെ റാഡോയുടെ ഒരു ഷോപ്പും ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ താഴത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് കറങ്ങി റൈറ്റിലെത്തി. നമ്മളിനി മേളിലോട്ട് പോകാനായിട്ട് പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ശരിക്കും കൺസ്ട്രക്ഷൻ തന്നെ ഒരു മാജിക് ആയിട്ട് തോന്നും. അത്രയ്ക്കും ഭംഗിയാണ്. നമ്മൾ എസ്കുലേറ്ററിലാണ് മേലിലോട്ട് പോയത്. അവിടെ അടുത്തായിട്ട് തന്നെ സ്റ്റെപ്പ് ഉണ്ട്. അപ്പം നമ്മൾ സ്റ്റെപ്പ് നോക്കി വേറെ ഒന്നും നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലിഫ്റ്റിൻ്റെ സർവീസും ഉണ്ട്. ലിഫ്റ്റിൽ അത്യാവശ്യം തിരക്കായിരിക്കും. സാധനങ്ങളൊക്കെ വാങ്ങിയ ആൾക്കാർ പോകുന്നത് ലിഫ്റ്റിലായിരിക്കും മിക്കവാറും. അപ്പം നമ്മളിതേ മേലിലോട്ട് വന്നു. ലുലുവിനൊരു ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. ഫസ്റ്റത്തേൽ ഹൈപ്പർ മാർക്കറ്റ് ആയിരിക്കും, രണ്ടാമത്തേൽ ലുലുവിൻ്റെ ഫാഷൻ ആയിരിക്കും, മൂന്നാമത്തേൽ വന്നിട്ട് ലുലു കണക്സ് ആയിരിക്കും, പിന്നെ ഫണ്ടൂര. ഇവിടെയും സെയിം പാറ്റേൺ ആണ്. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് ലുലു ഫാഷൻ ആണ്. അപ്പോൾ ഇവിടെ ഫുള്ള് ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു വിഷ്വൽ കണ്ടു നിൽക്കാൻ വല്ലാത്തൊരു ഭംഗിയാണ്, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്.
ഒന്ന് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് പാന്തലൂൺസിൻ്റെ ഒരു വലിയ ഷോപ്പാണ്. പിന്നെ തൊട്ടടുത്ത് മാക്സ് ഉണ്ട്. മാക്സ് ഇല്ലാത്തൊരു മോള് ട്രിവാൻഡ്രത്ത് കാണത്തില്ലല്ലോ ഡെഫിനറ്റ്ലി. പിന്നെ ഷോപ്പേഴ്സ് സ്റ്റോപ്പിൻ്റെ ഒരു വലിയ ഷോപ്പുണ്ട്. ഇവിടെ ഡ്രസ്സസ് ആണ് കിട്ടുന്നത്. പിന്നെ അലൻസ് ഉള്ളിയുടേത് വരാനിരിക്കുകയാണ്. സെറേ പെർഫ്യൂംസിൻ്റെ വരാനിരിക്കുകയാണ്. പിന്നെ ഇവിടെയും ലുലു സെലിബ്രേറ്റ് ഉണ്ട്. ഇവിടെ തൊട്ടടുത്തായിട്ട് ലിഫ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ കൂടെ ഒരു ലിഫ്റ്റും എസ്കലേറ്ററും വെച്ചിട്ടുണ്ട്. പിന്നെ ഹൗസ് ഓഫ് ടോയ്സിൻ്റെ ഒരു ഷോപ്പ് കമ്മിങ് സൂൺ ആണ്. പിന്നെ ടോണി ആൻഡ് ഗൈഡത് കമ്മിങ് സൂൺ ആണ്. ഡെഫിനറ്റ്ലി എല്ലാം കമ്മിങ് സൂൺ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തിനകത്ത് എല്ലാം ഓപ്പൺ ആകും എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലുലു ഫാഷൻ ആണ്. ലുലു ഫാഷൻ്റെ ഒരു വലിയ ഷോപ്പാണ് നമ്മളിപ്പോൾ കാണാൻ പോണത്. ഇവിടെ 2 ഭാഗത്തായിട്ട് ഹെൽപ്പ് ഡെസ്കും അതുപോലെ ബാഗ് വെക്കുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ട്. കസ്റ്റമർ സർവീസ് എല്ലാ ഫ്ലോറിലും ഉണ്ട് കേട്ടോ. പിന്നെ ജുവൽ ഹട്ടിൻ്റെ വലിയൊരു ഷോപ്പ് കാണാം. കളർഫുൾ അല്ലേ, ജുവൽസിൻ്റെ ആണ്. പിന്നെ മോച്ചിയുടെ ഒരു വലിയ ഷോപ്പുണ്ട്. മോച്ചി അറിയായിരിക്കുമല്ലോ മിക്കവർക്കും. സാൻഡൽസിൻ്റെ ഷോപ്പാണ്. പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ മെട്രോ കോമ്പറ്റേറ്റേഴ്സ് രണ്ടും അടുത്തടുത്തായിട്ട് തന്നെ ഉണ്ട്. മെട്രോയുടെ ഒരു വലിയ ഷോപ്പുണ്ട്. പിന്നെ സഫാരിയുടേത് വരാനുണ്ട്. അതുപോലെ വുഡ്ലാൻഡിൻ്റെത് വരാനുണ്ട്. ഒരാൾ തുറന്നകത്ത് കയറി കണ്ടായിരുന്നു നിങ്ങൾ. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ആകാശം കാണാൻ നല്ല ഭംഗിയില്ലേ ആ ഒരു വിൻഡോയിലൂടെ. പിന്നെ ലെൻസ് ആൻഡ് ഫ്രെയിംസിൻ്റെ ഒരു വലിയ ഷോപ്പുണ്ട് ഇവിടെ. പിന്നെ വി സ്റ്റാറിൻ്റെ ഒരു ഷോപ്പുണ്ട്. നല്ല ബ്രാൻഡാണ് വി സ്റ്റാർ. പിന്നെ ടൈറ്റാൻ വേൾഡിൻ്റെ തൊട്ടടുത്തൊരു ഷോപ്പ് ഇരിപ്പുണ്ട്. അവിടെ ഇപ്പം 40% ഓഫറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അവിടെ കണ്ടായിരുന്നു സൈനേജ്. ഇത് എത്ര ദിവസം കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഉണ്ട്. അവിടെ ഇപ്പം 20% ഓഫറുണ്ട്. ഇനി ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഡബ്ല്യു, ഒറേലിയ, ഗോ കളേഴ്സ് ഇങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഓപ്പൺ ആകത്തേ ഉള്ളൂ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60% ഷോപ്പുകൾ ഇനിയും ഓപ്പൺ ആകാനുണ്ട്. ലുലുവിൻ്റെ തന്നെ എല്ലാ ബ്രാൻഡുകളും പോലും ഇതുവരെ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. 2000 കോടി രൂപയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ യൂസഫ് അലി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഒരു കോൺഫിഡൻസ് ലെവലേ എൻ്റെ അമ്മോ. 2000 UAE-യിലാണ് ഇത് ലുലു ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഓരോ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങി അങ്ങനെ വന്നതാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ എഫേർട്ടാണ്. ഇവിടെ തന്നെ ബേസിക്സിൻ്റെ ഒരു വലിയ ഷോപ്പുണ്ട്. ബേസിക്സ് ബോയ്സിൻ്റെയും ഒക്കെയാണ്. എന്നത് ഇവിടെ നിന്ന് കാണുന്ന ബാൽക്കണി വ്യൂ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സ്ക്വയർ ഷേപ്പ് പോലെയുള്ളൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റുമെന്ന്. അതിതാണ് കേട്ടോ. പിന്നെ എല്ലാം പീറ്റർ ഇംഗ്ലണ്ട് കമ്മിങ് സൂൺ ആണ്. പല ബ്രാൻഡുകളൊക്കെ ലൂയിസ് ഫിലിപ്പ് ഒക്കെ കമ്മിങ് സൂൺ ആണ്. എല്ലാത്തിൻ്റെയും കട്ടൗട്ട്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ലിനൻ ക്ലബ്ബ് കമ്മിങ് സൂൺ ആണ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫിൻ്റെതാണ് കേട്ടോ. ഒരിടത്ത് ഒരു ചെറിയ അഴുക്ക് പറ്റിയാൽ തന്നെ അപ്പം അവർ വന്ന് അവിടെ സ്പോട്ടിൽ അവിടെ മൊത്തം ക്ലീൻ ചെയ്യും. എപ്പോഴും ആക്റ്റീവായിട്ട് ഇങ്ങനെ ആൾക്കാർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് നല്ല കാര്യമായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് മൈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇത് പ്രിന്റഡ് ടീഷർട്ടും കസ്റ്റമൈസ്ഡ് ടീഷർട്ട്സും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അതും കമ്മിങ് സൂൺ ആണ്. അത് ഭയങ്കര നല്ലതായിരിക്കും അല്ലേ വരുമ്പോഴത്തേക്കിനും. പിന്നെ ബ്ലാക്ക് ബെറീസിൻ്റെ ഒരു ഷോപ്പുണ്ട് ഇവിടെ. അത് നമ്മുടെ എക്സിക്യൂട്ടീവ് ഡ്രസ്സസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അത് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റണത് ദ മഫിൻ ഹൗസിൻ്റെ ഒരു ഷോപ്പുണ്ട്. അത് ശരിക്കും ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ. അത് ഇവിടെയും കമ്മിങ് സൂൺ ആണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പലയിടത്തും ഉള്ള ഷോപ്പുകൾ തന്നെ പല ഫ്ലോറിലുണ്ട്.
ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് ഒരു മോളിലാണെങ്കിലും നമുക്ക് തോന്നും നമ്മളൊരു സ്ട്രീറ്റിൽ നിൽക്കുകയാണ്. അത്രയ്ക്കും തിരക്കാണ് ഇതിൻ്റെ ഉള്ളിൽ. കാര്യം അത്രയും ബ്രാൻഡുകളുണ്ടല്ലോ. പിന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ KFC ഉണ്ട്. KFC ഇല്ലാത്ത ഒരു സ്ഥലം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ലല്ലോ. പിന്നെ നമുക്ക് എവിടെയും കണ്ടിട്ടില്ലാതെ അല്ലെങ്കിൽ കാണാത്തൊരു സംഭവം കാണിച്ചു തരാം. ഇത് റോയൽ ഗ്ലൈഡർ എന്നാണ് പറയണത്. ഇത് നമ്മുടെ ട്രിവാൻഡ്രം ലുലുവിൽ മാത്രമേ ഉള്ളൂ. ഈ ഫണ്ടൂര ഏരിയ മുഴുവൻ നമുക്കിങ്ങനെ തൂങ്ങിക്കിടന്ന് കാണാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇവിടുത്തെ ഫണ്ടൂര ഏരിയയിലേക്കാണ്. അപ്പം നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻറ്റേർണൽ എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടൂരയാണ്, ലുലു മോളിലെ ഫണ്ടൂരയാണ്. അപ്പം നമുക്ക് അവിടുത്തെ വിഷ്വൽസ് എന്താണെന്ന് കാണാം. ഇവിടെ കണ്ടോ, താഴെ ആ ഒരു ക്രിസ്റ്റൽ ബോൾ കിടന്ന് മിന്ന് കണ്ടോ. ഇത് രാത്രി കാണാൻ ഇതിലും ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഫണ്ടൂര ഏരിയയിൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് ഇത് രണ്ടായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റത്തേൽ കുറച്ചുകൂടെ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. അപാര ലൈറ്റിംഗ് ആണ്. കാര്യം ഇവിടെ ഫണ്ടൂര ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ഏരിയാസിൽ ക്ലാസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല പോസിറ്റീവായിട്ടും ബ്രൈറ്റായിട്ട് തോന്നുന്ന രീതിയിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഫുൾ ഒരു അഡ്വഞ്ചർ ഫീലും അതുപോലെ കളേഴ്സ് എല്ലാം വാരി ഇറങ്ങിയ രീതിയിലാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഡിസൈനിങ് ഒരു രക്ഷയില്ല. അത്രയ്ക്കും നല്ല ഒരു ഡിസൈനിങ് ആണ്. എല്ലാ കളേഴ്സും നമുക്ക് തന്നെ ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ റൈഡുകളിൽ കയറേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കേണ്ടത് ഒരു കാർഡ്, നമ്മുടെ ATM കാർഡ് പോലെ ഒരു കാർഡ് കിട്ടും. നമുക്കതിനകത്ത് ഇപ്പം 1000 രൂപ 500 രൂപ അങ്ങനെ ഒരു പോയിന്റ്സ് വെച്ചിട്ടുള്ള ഇത്ര എമൗണ്ടിന് ഇത്ര പോയിന്റ് എന്നുണ്ട്. അപ്പോൾ അതവർ ആ കാർഡിൽ ഫില്ല് ചെയ്ത് തരും. ഓരോ റൈഡിൻ്റെയും സൈഡിലായിട്ടൊരു മെഷീൻ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന പോലെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് എൻ്റർ ആകാൻ പറ്റും. അങ്ങനെ ആ ഒരു കാർഡിൽ പോയിന്റ്സ് തീരുന്നത് വരെ നമുക്ക് കളിക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഫണ്ടൂര ഏരിയ മൊത്തം നിലവിളികളും ചിരിയും, പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ചിരി, അകത്ത് ഇരിക്കുന്ന കുട്ടികളാണെങ്കിലും വിളിച്ച് കൂകുന്ന ഫീല്, അങ്ങനെയൊക്കെയായിരുന്നു. നല്ല രസമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. കണ്ടില്ലേ, എല്ലാം കൊച്ചു പിള്ളേരാണ്. പക്ഷേ ഇതിനകത്ത് കൊച്ചു പിള്ളേർ മാത്രമല്ല കേട്ടോ കയറുന്നത്, വലിയ ആൾക്കാരും ഒക്കെ കളിക്കാനൊക്കെ കയറുന്നുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ എന്ത് കളർഫുൾ ആണ്. ഇതിൽ ഓരോ റൈഡിൻ്റെയും മുന്നിലായിട്ട് തന്നെ അതിൻ്റെ പേര് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാത്തവരാണെങ്കിലും അവിടെ ചെന്നിട്ട് അവിടെ ഇൻസ്ട്രക്ഷൻ തരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാലും അവരെങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തരും. പിന്നെ ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഇവിടുത്തെ സ്റ്റാഫിനെയൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര നല്ല രീതിയിലാണ്. കാര്യം എല്ലാവരും നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിലാണ് ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ചിലയിടത്തെങ്കിലും പോകുമ്പോഴത്തേക്കിനും നിൽക്കുന്ന ആൾക്കാർ നല്ലതല്ലാത്തതുകൊണ്ട് നമുക്കൊരു അത്ര കംഫർട്ടബിൾ അല്ലാത്ത അവസ്ഥകൾ വരും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും ചെന്ന് കയറുമ്പോൾ കാണുന്ന സെക്യൂരിറ്റി തൊട്ട് ഓരോ ഏരിയയിലുള്ള ആൾക്കാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന രീതിയിലാണ് ഇവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തു വെച്ചിരിക്കുന്നത്. കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഏരിയയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു കോഫി ഷോപ്പ് ഇതുപോലെ ഉണ്ട്. കാര്യം അവർക്ക് തന്നെ അറിയാം നമ്മൾ നടന്ന് ഒരു വഴിയാകും എന്നുള്ളത്. അതുകൊണ്ട് പല ഏരിയാസിലായിട്ട് ഇവർ എല്ലാ ഫ്ലോറിലും ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ കോഫി ഷോപ്പുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. കണ്ടോ, ഒരു യമണ്ടൻ കാഴ്ചയല്ലേ എന്ന്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഈ കൺസ്ട്രക്ഷനെയൊക്കെ മാജിക് എന്നല്ലാതെ എന്താ പറയുക. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇവിടെ കുറേ ഗെയിംസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്നത്. ഇത് കുറച്ചുകൂടെ മുന്നേ ശരിക്കും ഓപ്പൺ ആകേണ്ടതായിരുന്നു. ഈ ഒരു കോവിഡിൻ്റെ ഒരു ഇതൊക്കെ വന്നതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്. പക്ഷേ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുമെന്ന് പറഞ്ഞ പോലെ ലുലു വന്ന ശേഷം പിന്നെ കഴക്കൂട്ടം പോകുന്ന റോഡ് ഫുള്ള് ആളും തിരക്കുമാണ്. ഇവിടെ ഇപ്പം എക്സ്ട്രാ പോലീസുകാരും ഒക്കെ നിൽക്കേണ്ട അവസ്ഥയാണ്. കാര്യം അമ്മാതിരി തിരക്കാണ് ഇവിടുത്തെ റഷ് ഹാൻഡിൽ ചെയ്യാൻ. വീക്കെൻഡിൽ നമ്മൾ ഇതിലേ പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ചെറിയ ബ്ലോക്കെങ്കിലും ഇല്ലാതെ ഇതിലേ പോകാൻ പറ്റില്ല. ഇവിടെ പുറത്തൊക്കെ സെക്യൂരിറ്റിമാർ നിന്ന് പെടാപ്പാട് പെടുന്നതായിട്ട് കാണാം. ഞാൻ ആദ്യം വന്നപ്പോൾ വീക്കെൻഡാണ്, ഒരു സൺഡേ ആണ് വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ 2 ലക്ഷം ആൾക്കാർക്കൊക്കെ ഒരേ സമയത്ത് നിൽക്കാൻ പറ്റും. പക്ഷെ അതിനകത്ത് ഞെരുങ്ങിയൊരവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇതാണ്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ കണ്ടത്
തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വണ്ടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതും എന്താണ് വലിയ മറ്റേ ടൂറിസ്റ്റ് ബസ്സില്ലേ അത്. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് വരെ ആയിട്ടാണ് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ട്രിവാൻഡ്രംകാർക്ക് ഒത്തിരി അഹങ്കരിക്കാനും അഭിമാനിക്കാനും പറ്റുന്ന ഒരു കാര്യം കൂടെയാണല്ലേ ഇതൊക്കെ. ഈ ഒരു ഭാഗത്ത് കൂടുതലും എക്സ്പ്ലോർ ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് ആയിരുന്നു. താഴത്തെ ഏരിയയിൽ എനിക്ക് കുറെ കുട്ടികളെ മാത്രമാണ് കാണാൻ പറ്റിയത്. ഫുഡൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സീറ്റിംഗ് ആണിത്. വളരെ ഭംഗിയില്ലേ, ഒരു 101 എന്ന് എഴുതിയൊരു ഫീൽ ഇല്ലേ ശരിക്കും അല്ലേ. സ്ക്വയർ, റൗണ്ട്, പിന്നെ ഒരു സ്ക്വയർ, 101. എനിക്കങ്ങനെ തോന്നി, പൊട്ടത്തരാണെങ്കിൽ ക്ഷമിക്കണം. ഇവിടുത്തെ ലൈറ്റിംഗ് ആണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും വേറെ ലെവലാണ്. ഇവിടെ ഈ ഒരു ബ്ലൂ കളറാണ് ഫുള്ള് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. തറയിൽ കണ്ടോ, ഇതൊരു ചെറിയ ചെറിയ LED ലൈറ്റ്സ് കൊണ്ട് ചെയ്തേക്കുന്നതാണ്. എന്തോ വാരി ഇട്ട പോലൊരു ഫീലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ലൈറ്റ്സ് ആണ്. കണ്ടില്ലേ, പിള്ളേരൊക്കെ കിടന്ന് ചാടി മറിയുവാണ്. ഫണ്ടൂര ഏരിയയുടെ ഏറ്റവും എൻഡിലായിട്ടാണ് റോയ് ഗ്ലൈഡറും വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു ഫുഡ് കോർട്ടിന്റെ അതിലിങ്ങനെ തൂങ്ങി പോകുന്ന രീതിയിൽ. അതും സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ഫണ്ടൂര ഏരിയന്റെ ഏറ്റവും അറ്റത്താണ്. ഇവിടെ ഓരോ റൈഡിന്റെയും മേളിലായിട്ട് തന്നെ അതിന്റെ പേരും വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം കാർഡാണ് സ്വൈപ്പ് ചെയ്യേണ്ടത്. നമ്മൾ പഴയ പോലെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല, പക്ഷെ പതിയെ പതിയെ നമുക്ക് കംഫർട്ടബിൾ ആവും കേട്ടോ. ആദ്യം 1-2 തവണ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ര കംഫർട്ടബിൾ അല്ലാത്തൊരു ഫീല് വരും. എൻ്റെ പേഴ്സണൽ ഒരു ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതേ കണ്ടില്ലേ റോയ് ഗ്ലൈഡറിന് വെച്ചേക്കുന്നത്.
അപ്പോൾ ഇത്രയുമാണ് ഈ മാജിക് ലാൻഡിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും, യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു തവണയെങ്കിലും സമയവും അവസരവും കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും കുടുംബമായിട്ട് വന്ന് തന്നെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുക. ഒരു സിറ്റിയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഫുൾ എൻ്റർടൈൻമെൻറ്റ്സും ഫണ്ണും ആയിട്ടുള്ള ഒരു നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഐ ആം ജാസ്മിൻ സൈനിങ് ഔട്ട്.